അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം. സൂറത്തുൽ മുൽക്ക് 5-ാമത്തെ സൂക്തം വിശദീകരണം ഭാഗം 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വലഖദ് സയ്യന്ന, തീർച്ചയായും നാം അലങ്കരിച്ചിരിക്കുന്നു, അസ്സമാ, ആകാശത്തെ, അദ്ദുന്യ, അടുത്തുള്ള, ബിമസ്വാബീഹ, വിളക്കുകൾ കൊണ്ട്, വജഅൽനാഹ, നാം ആ വിളക്കുകളെ ആക്കുകയും ചെയ്തു, റുജൂമൻ, എറിയാനുള്ളത്, ലിശയാത്തീൻ, പിശാചുക്കളെ, വഅതദ്ന, നാം ഒരുക്കുകയും ചെയ്തു, ലഹും, അവർക്ക്, അദാബ, ശിക്ഷ, അസ്സഈർ, നരകത്തിൻ്റെ. സമീപസ്ഥ വാനത്തെ, തൊട്ടടുത്തുള്ള ആകാശത്തെ വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൽ ന്യൂനതകൾ കണ്ടെത്താൻ വെല്ലുവിളിച്ച ശേഷമാണ് അല്ലാഹു ഇത് പറയുന്നത്. ഏതൊരു പ്രൊഡക്റ്റും കുറേ കാലം കഴിഞ്ഞാൽ അത് പഴയതാകും, ഔട്ട്ഡേറ്റഡ് ആകും, പുതിയവ ഇറങ്ങും. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ ഒന്നിലും അങ്ങനെ ഔട്ട്ഡേറ്റഡായ സംഗതികൾ ഇല്ല തന്നെ. ആകാശവും എന്നും പുതുമയോടെയാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം വളരെ ചിന്തിച്ച് ആലോചിച്ച് എഴുത്തുകാർ എഴുതുന്ന പുസ്തകങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറയാറുണ്ട്. ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടാറും അടുത്ത എഡിഷനിൽ തിരുത്താറുമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഇറക്കിയ ഖുർആനിൽ ഇന്നും സൃഷ്ടിപ്പിലെ ന്യൂനതകളെ ചൂണ്ടിക്കാണിക്കാനുള്ള വെല്ലുവിളി അതുപോലെ തുടരുകയാണ്. ആ ആകാശ സൃഷ്ടിപ്പിലെ സമാ ദുന്യയെ, ഏറ്റവും അടുത്തുള്ള ആകാശത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ സൂക്തത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. ഒബ്സേവബിൾ യൂണിവേഴ്സ്, ദൃശ്യപ്രപഞ്ചം എന്നതാണ് ഏറ്റവും അടുത്തുള്ള ആകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ടും ടെലസ്കോപ്പുകൾ കൊണ്ടുമൊക്കെ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ ക്ഷീരപഥത്തിൻ്റെ ഭാഗമാണ്. പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ പാളി മാത്രമാണ് ഇവ. ഇതിനപ്പുറം കോടിക്കണക്കിന് ഗാലക്സികൾ വേറെയും ഉണ്ട്. അതിലെ നാം നേരിട്ട് കാണുന്ന ആകാശത്തെ സയ്യന്ന, നാം അലങ്കരിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. വെറും ഒരു മേൽക്കൂരയായിട്ടല്ല, മറിച്ച് സീനത്ത് അഥവാ അലങ്കാരമായിട്ടാണ് അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ചത്. ആകാശത്തിന് അതിൻ്റെ ധർമ്മം നിർവഹിക്കാൻ സൗന്ദര്യം നിർബന്ധമില്ല. ഒരു വസ്തുവിനും അങ്ങനെ ഫങ്ഷൻ നിർവഹിക്കാൻ സൗന്ദര്യം നിർബന്ധമില്ല. എന്നാൽ അള്ളാഹു മനുഷ്യൻ്റെ ആനന്ദത്തിന് വേണ്ടി ആകാശത്തെ കാണുമ്പോൾ സൗന്ദര്യം നിറഞ്ഞത്, നക്ഷത്രങ്ങളെ കൊണ്ട് നിറച്ചതാക്കി മനോഹരമാക്കി തന്നു. ഇത് അള്ളാഹുവിൻ്റെ കരുണയെയും മനുഷ്യനോടുള്ള സ്നേഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ആകാശത്തെ അലങ്കരിച്ചത്? ബിമസ്വാബീഹ, വിളക്കുകൾ കൊണ്ട്. കവാക്കിബ്, നക്ഷത്രങ്ങൾ എന്ന വാക്കിന് പകരമാണ് അള്ളാഹു മസ്വാബീഹ്, ലാംപ്സ്, വിളക്കുകൾ എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇരുട്ടിൽ വഴി കാണിക്കുന്ന വിളക്കുകൾ പോലെയാണ് നക്ഷത്രങ്ങൾ. രാത്രിയുടെ നിശബ്ദതയിൽ സഞ്ചാരികൾക്ക് വഴികാട്ടിയായും ഹൃദയത്തിന് പ്രകാശം നൽകുന്നതായും ഇവ വർത്തിക്കുന്നു. ഒരു വിളക്ക് ഇന്ധനം നിറച്ച് പ്രകാശം നൽകുന്നത് പോലെ നക്ഷത്രങ്ങൾ അവയുടെ ഉള്ളിലെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെ സ്വന്തമായി പ്രകാശം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വിളക്കിൽ എണ്ണ എന്നതുപോലെ നക്ഷത്രങ്ങളിൽ ഹൈഡ്രജൻ വാതകമാണ് ഇന്ധനമായി വർത്തിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നക്ഷത്രങ്ങളെ വിളക്കുകൾ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് തികച്ചും ശാസ്ത്രീയമാണ്. ഉള്ളിൽ ഇന്ധനമുണ്ടെങ്കിലേ കത്തുകയുള്ളൂ. ആ അർത്ഥത്തിൽ വലിയ ശാസ്ത്രീയ സത്യം കൂടി ഉൾക്കൊള്ളുന്ന ഭാഗമാണ് വലഖദ് സയ്യന്ന സമാ ദുന്യ ബിമസ്വാബീഹ എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.